சிங்கத்தை போட்டோல பாத்திருக்கேன், டிவியில பாத்திருக்கேன், சினிமால பாத்திருக்கேன். ஏன் வீட்டிலூட பாத்திருக்கேன், வீட்டுக்குள்ள பாத்திருக்கியா? ஓங்கி அடிச்சா 1.5 கிலோ வெயிட்டடா. பாக்குறியா பாக்குறியா പാക്കറിയാ? മാക്കറിയാ? നീ ഇന്ന് പരിപാടിക്ക് പോയില്ലോടി? വണ്ടി വന്നില്ല. ഇതെന്നാ വേഷമാ? സ്ത്രീ വേഷം. മിനുക്കാ നിനക്ക് കിറുക്കാ. ഞാനൊരു മുദ്ര കാണിക്കാം. ഇത് പാശം. അടുത്തത് വേണ്ട. ഇവിടെ ഞാൻ ഒന്ന് കാണിക്കട്ടെ. നീ എന്നാ കാണിക്കാൻ പോകുന്നത് എനിക്കറിയാം. ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാ. ആരാടി ചെണ്ട കൊട്ടുന്നത്? നിന്റെ അച്ഛനാന്നു ആണെങ്കി അല്ല, ഒരു ദിവസം കൊട്ടിയാ പുള്ളിക്ക് എന്നാ കിട്ടും? പണ്ട് നിങ്ങളെ മണ്ടയ്ക്കൊന്ന് കിട്ടിയിട്ട് നിങ്ങൾ എന്റേത് കൊടുത്ത് നിങ്ങളെ കെട്ടണമെന്ന് ഞാൻ വാശി പിടിച്ചപ്പോഴേ എന്റെ അച്ഛൻ 100 തവണ പറഞ്ഞതാണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല മോളേന്ന്. ആ നിന്റെ അച്ഛൻ തന്ന സ്വർണം പണയം വെക്കാൻ കൊണ്ടുപോയപ്പോ ബാങ്കുകാരും അതാ പറഞ്ഞത്, മിന്നുന്നതെല്ലാം പൊന്നല്ലാന്ന്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എന്റെ അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എന്റെ സ്വഭാവം ശരിയല്ലാന്ന് പറഞ്ഞ് മോക്ക് മകുടി വാങ്ങി കൊടുത്തവനാ. ആ മകുടി എന്തിയടി? പാമ്പ് ഒരു ടപ്പ് എടുക്കും. അടർന്ന് അടിച്ച് പാമ്പായിട്ട് വന്നാ മതിയായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ എന്തിനാണ് തമിഴിൽ പറഞ്ഞത്? ആ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് കയറി വരുമ്പോ നിന്നെ പൊടി പോലും ഇവിടെ കാണത്തില്ല. പിന്നെ ഞാൻ ഈ പല്ലിയോടും പാറ്റോടൊക്കെ സംസാരിച്ചാ നേരം വെളുപ്പിക്കുന്നത്. നാട്ടുകാരെ അയൽവക്കക്കാരെ മൊത്തം പിണക്കി വെച്ചിട്ടുണ്ടല്ലോ, അനുഭവിച്ചോ? പാമ്പ് വിഴുങ്ങിയ തവളയ്ക്കെന്തിനാടി പരസഹായം? ഹലോ. യെസ്. അയ്യോ, അപ്പൊ ആശ ഇന്ന് വരൂലേ? അപ്പൊ കത്തിക്കാരി ആരെ കത്തിക്കുന്ന കാര്യവാടി? കത്തി വേഷത്തിന് ആളില്ലെന്ന്. ഓ കത്തിക്കാരി. ഞാൻ മതിയോ? കത്തി വയ്ക്കാനല്ല, വേഷം കെട്ടി കളിക്കാനാണ്. ആ കളിയായിരുന്നോ? ഞാൻ കാര്യമാന്ന് കരുതി. നിങ്ങക്ക് കലയെ കുറിച്ച് എന്തോന്ന് അറിയാം മനുഷ്യ? എനിക്കൊന്നും അറിയത്തേലേ. അവളാ വാട്സപ്പിൽ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നേ. ആര്? ആ കല. കലാശം ചവിട്ടും ഞാൻ. വെടിവെച്ച് കൊല്ലും ഞാൻ. നിങ്ങൾ വെടി പറയണതാണ് എനിക്കിഷ്ടം. എടി ഞാൻ പണ്ട് ബോർഡറിലെ തേങ്ങയും ചുരട്ടിക്കൊണ്ട് തോക്കും പിടിച്ചുകൊണ്ട് നിന്നപ്പോ മത്തങ്ങ വലിപ്പത്തിലൊരു ബോംബ് കേട്ടോ. എന്തെങ്കിലും പൊട്ടണ ഒരു സൗണ്ട് കേട്ടാ മതി, അപ്പൊ തന്നെ തറയെ കമന്ന് ഹിന്ദിയിൽ നിലവിളി തുടങ്ങും പട്ടാളക്കാരെ പറയിക്കാൻ. ഇതാ ഞാൻ അമ്പലത്തിലൊന്നും പോവാത്തെ. ഇനി ഇവിടെ മിണ്ടി പോരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോണ്. മഴവിൻ മനോരമയിലെ ബമ്പർ ചിരിയിൽ എനിക്കൊരു ചാൻസ് കിട്ടി. അവർക്കൊരു പണി കിട്ടി. ഒരു ചിരി തരക്കേടില്ല, പക്ഷെ മുദ്രയെല്ലാം കയ്യിൽ നിന്ന് പോയി. നുള്ളിപ്പറക്കി വെച്ചോ. എന്നാ പോകുന്നേ? അടുത്ത ആഴ്ച. നീ പോണ്ട. ഞാനെന്താ പോയാലേ? പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട, അത്ര തന്നെ. ഞാൻ പറഞ്ഞതാണല്ലോ ബമ്പർച്ചിരിക്ക് പോകുന്നു. ആ എന്നിട്ട് വേണം ഞാനിവിടെ പട്ടിണി കിടന്ന് ചാവാൻ. ആശാനേ, ഞാനിന്ന് വരത്തില്ല ആശാനേ. എനിക്കിന്നൊരു കീചകവധമുണ്ട് ആശാനേ. അറ്റാക്ക്! ഇതാ നിന്റെ തനി സ്വരൂപം. ഈ മുഖം കൊണ്ടാ ബെഡ്റൂമിൽ കയറി വരുന്നേ. എന്നിട്ട് ഉരുളി കമിഴ്ത്താൻ നടക്കുവാ. ഞാൻ തോറ്റു, പക്ഷെ എന്നെ കൂടെ കൊണ്ടുപോകണം. ഒക്കൂല, അവിടെ ഒന്ന് അലിമുണ്ടാക്കാൻ ഒക്കൂല. എടേ ഈ രഞ്ജത്തല്ലേ നീ കലാശം ചവിട്ടി പഠിച്ചത്? നന്ദി വേണോടി, നന്ദി. 18ാമത്തെ അടവെടുക്കണ്ട, നടക്കൂല. ആ ഇത് പിടിച്ചേ. ഇതെന്തേരി? അവിടുത്തെ പ്രപ്പറുകളില്ലയോ, അവരെ കൊണ്ട് ഈ പേപ്പറിലുള്ള മുഴുവൻ പേർക്കും ഒരു ഹായ് പറയിക്കാമെങ്കിൽ നീ പൊയ്ക്കോ. ഒരു ചിരി, ഇരു ചിരി, ബമ്പർ ചിരി. എന്റെ വിധി.